നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 272 272. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 272. ഓം നമോ ഭഗവതേ വാസുദേവായ. തൃതീയ സ്കന്ധം 22-ാം അധ്യായം തുടങ്ങാണ്. 1-ാം ശ്ലോകം. മൈത്രേയ ഉവാച ഏവം ആ വികൃതാശേഷ ഗുണകർമ്മോദയോ മുനിം സവ്രീഡ ഇവ തം സാമ്രാടുവാരതമുവാച. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുന്നത്, ഇപ്രകാരം പ്രകാശിക്കപ്പെട്ട സകല ഗുണങ്ങളോടും കർമ്മങ്ങളോടും ഉദയത്തോടു കൂടിയവനും ലജ്ജായുക്തനെ പോലെ ഇരിക്കുന്നവനുമായ ചക്രവർത്തി, നിവർത്തിനിരതനായ സൊല്യൂഷൻസ് ടു ബി സോട്ട്. അപ്പോൾ നിവൃത്തിനിരതനായ ആ മുനിയോട് സന്തോഷത്തോടെ പറഞ്ഞു. ഞാൻ ഭാവാർത്ഥം. മൈത്രേയൻ പറഞ്ഞു ആരോട്? വിതുരരോട്. സകല കല്യാണ ഗുണങ്ങളെയും ജഗൽ പരിപാലന കർമ്മ സാമർഥ്യത്തെയും സൂചിപ്പിച്ചുകൊണ്ട് മേൽ വിവരിച്ച വിധം മഹാത്മാവായ കർദമൻ സ്തുതിച്ചപ്പോൾ സ്വമാഹാത്മ്യത്തെ കീർത്തിക്കുന്നത് താൻ തന്നെ കേട്ടതുകൊണ്ടുണ്ടായ ലജ്ജാഭാവത്തെ പ്രകാശിപ്പിച്ച ആദി ചക്രവർത്തി സകല ഇന്ദ്രിയങ്ങളെയും അടക്കി തപസ് ആചരിക്കുന്നത് കൊണ്ട് നിവൃത്തിമാർഗതൽപരനും, അതായത് ഇന്ദ്രിയങ്ങളെ വിജയിച്ചവന് മാത്രമേ നിവൃത്തി തൽപരനാവാൻ പറ്റുള്ളൂ, പരിഹാരങ്ങൾ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് അടിമയായിട്ട് ആശ്രയമായിട്ട് പോകും, ഒന്നിനും കൊള്ളാത്തവനായിട്ട് പോകും. അപ്പോൾ ആദി ചക്രവർത്തി സകല ഇന്ദ്രിയങ്ങളെയും അടക്കി തപസ്സാചരിക്കുന്നത് കൊണ്ട് നിവർത്തി മാർഗ ഈ തപസ്സാചരിക്കണത് എന്നുള്ളത് ദ്വിതീയ സ്കന്ധത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നറിയില്ല. ഭഗവാന്റെ 14 ലോകങ്ങളെ പറ്റി പറയുമ്പോൾ ഈ 14 ലോകങ്ങൾ ഉണ്ട് എന്നല്ല പറയുന്നത്, കൽപ്പിച്ചത് എന്നാണ് പറയുന്നത്. അതായത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യൂണിവേഴ്സ് സമഷ്ടി ആസ് എ ഹോൾ, അതിൻ്റെ ഒരു ന്യൂക്ലിയസ് ഫോമാണ് മനുഷ്യൻ. അപ്പോൾ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ട് അത് നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ നിയാമകൻ ഒരാളുണ്ട്, അതേപോലെ ശരീരത്തിൻ്റെ നിയന്ത്രിതാവ് ഉള്ളിലാണ്, അന്തര്യാമിയായിട്ട്, കൂടസ്ഥനായിട്ട്, സർവജീവ ഗുഹാശയനായിട്ട്. ആ ചൈതന്യത്തിൻ്റെ പ്രഭാവം ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, നമ്മൾ പിണായി ശവായി. അപ്പോൾ മനസ്സ് തപസ് ചെയ്യാനുള്ളതാണ് എന്നാണ് പറഞ്ഞത്. അതെവിടെ? മാറിൽ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലാണല്ലോ ഈശ്വര ചൈതന്യം ഇരിക്കുന്നത്. ഈ പമ്പിങ് സ്റ്റേഷൻ അത് നിന്നാൽ കഴിഞ്ഞില്ലേ? അപ്പോൾ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചാൽ തപസ് നടക്കില്ല. ഇന്ദ്രിയങ്ങളെ വശത്താക്കി ഇന്ദ്രിയങ്ങളെ ജയിച്ചതിൻ്റെ ശേഷമേ ഈ തപസ് നടക്കുള്ളൂ. അത് വ്യക്തിഗതമാണ്, അതിനിപ്പോൾ കാട്ടുപോകണമെന്നില്ല. അവരവരിക്കണം. ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന എയറിങ് ദി സബ്ജക്ട്സ് ത്രൂ യൂട്യൂബ്, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു തപസ്സാണ്. ആ സമയത്ത് ഇത് പറഞ്ഞ് ഒപ്പിക്കാൻ ഞാൻ
ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, ഗസ്റ്റ്, ഫോൺ കാൾസ്, വീട്ടിലെ ജോലികൾ, അപ്പോൾ അതൊക്കെ ഭാഗവതം ക്ലാസ്, ഇതൊക്കെ മാനേജ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അതൊരു തപസ്സാണ്. അപ്പോൾ എനിക്കെന്താ അതിൻ്റെ ഫലം? ഈശ്വരാനുഗ്രഹം. അത് കാണാൻ പറ്റില്ല, അനുഭവിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞത്, അടക്കി തപസ്സാചരിക്കുന്നത് കൊണ്ട് നിവൃത്തി മാർഗതൽപരനും ജിതേന്ദ്രിയനുമായിരിക്കുന്ന, ഇന്ദ്രിയങ്ങളെ ജയിച്ചവനുമായിരിക്കുന്ന ആ കർദമ മുനിയോട് പറഞ്ഞു തുടങ്ങി വിശേഷ കാരണം വല്ലതുമുണ്ടെങ്കിൽ നിർവ്യാജമായിട്ടും കളങ്കമില്ലാണ്ട് വെള്ളമൊഴിക്കാണ്ട് ആസിറ്റീസ് പറയണമെന്നാണ് പറഞ്ഞത്. അതിനെ അംഗീകരിക്കാം. അങ്ങ് പറഞ്ഞത് ഞാൻ അംഗീകരിക്കാം പറഞ്ഞിട്ടില്ല. അങ്ങ് പറയുന്നത് ഞാൻ അംഗീകരിക്കാമെന്ന് പറയുമ്പോൾ ആ പ്രിപ്പയർഡ്നെസ് ടു ഫോളോ ദി റൈറ്റ് പാത്ത്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അച്ഛനും അമ്മയും പറയുന്നത് ഞാൻ അംഗീകരിച്ചോളാം, നടത്തിക്കോളാം എന്നൊരു ശുഭാപ്തി വിശ്വാസം അച്ഛനും അമ്മയ്ക്കും ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, നിങ്ങൾ ജീവിതം വിജയിച്ചു. അത് ചെയ്യാൻ മടിച്ചവർക്കൊക്കെ ജീവിതം പരാജയമുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. വൺ വേ ഓർ ദി അതർ. അപ്പോൾ പിന്നെ നിർവ്യാജമായിട്ടും അതിനെ അംഗീകരിക്കാം എന്നുള്ള മുനിവചനം നിമിത്തം പറയുന്നതിന് ആരംഭിച്ചത് സന്തോഷപൂർവം തന്നെ എന്ന് പറഞ്ഞു. മനു രുവാച, ആദിമ ചക്രവർത്തി മനു പറയാണ്. രണ്ടാമത്തെ ശ്ലോകം. ബ്രഹ്മാം സൃജത് സ്വമുഖതോ യുഷ്മാൻ ആത്മപരീപ്സയാ ചന്ദോമയസ്തവോ വിദ്യ യോഗയുക്താനലംബടാൻ. ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം, വേദസ്വരൂപമായ ബ്രഹ്മാവാരാ? വേദസ്വരൂപനാണ്. എന്നിട്ടോ ആത്മാവിൻ്റെ പരിപാലനത്തിൽ ഇച്ഛ കൊണ്ട്. ആത്മാവിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ ആത്മാവിന് കേടുപാട് സംഭവിക്കരുത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മചൈതന്യത്തിനെ വേസ്റ്റാക്കരുത് എന്നർത്ഥം. ബ്രഹ്മചൈതന്യത്തിന് അപകീർത്തി ഉണ്ടാക്കരുത്. തൻ്റെ മുഖത്തിൽ നിന്ന് തപസ്സും വിദ്യയും യോഗവും ചേർന്നിരിക്കുന്നവരും വിഷയങ്ങളിൽ ഇച്ഛയില്ലാത്തവരുമായ അലംപടാൻ, വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ആരൊക്കെ വഴിപ്പെടും? തോന്നിയത് കാണിക്കണവർക്ക് പറ്റില്ല. എന്താ ഈ തോന്നിയത് കാണിക്കണ? തന്നിഷ്ടപ്രകാരം ധാർമ്മിക പരിവേഷമില്ലാണ്ട് ജീവിക്കണവർക്ക് വഴങ്ങില്ല അത്. ഇനി ഒരു പ്രമാണമുണ്ട്, കുറച്ച് കാലത്തിന് കുറേ ആളെ വിഡ്ഢിയാക്കാം, കുറേ ആൾക്കാരെ കുറച്ച് കാലത്തിന് വിഡ്ഢിയാക്കാം. ഇത് രണ്ടും പെർമനൻ്റ് അല്ല. അങ്ങനെ ചിലവരുണ്ട്. പക്ഷേ അവർ പ്രകൃതിയുടെ ഒരു അടി കൊണ്ടുപോകുമ്പോൾ അവശന്മാരാവും, നീട്ടു നടക്കില്ല. അതന്നെ പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ വിഷയങ്ങളിൽ ഇച്ഛയില്ലാത്തവരുമായ നിങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. എന്താ മനു പറഞ്ഞതെന്ന് ഭാവാർത്ഥത്തിലാണ് ഇനി പറയുന്നത്. ഇത് മുതൽ 13 ശ്ലോകം മനുവിന് പറയാനുള്ളത്. എൻ്റെ ഈ കന്യകയെ അങ്ങ് ഭാര്യാത്വേന സ്വീകരിക്കണം എന്ന് പറവാൻ ആരംഭിക്കുന്നതിൻ്റെ അവതാരികയായിട്ട്, പ്രിയാമ്പിളായിട്ട് നമ്മൾ രണ്ടുപേരെയും, അതായത് ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും തമ്മിൽ സംഘടിപ്പിച്ചുകൊണ്ടാണ് ലോകസൃഷ്ടി പരിപാലനാധികാരങ്ങളെ പ്രഭുവായ ഭഗവാൻ നടത്തുന്നതെന്ന് യുക്തിപൂർവം കാണിക്കുന്നു. ബ്രഹ്മാവിൻ്റെ സ്വരൂപം വേദമാകുന്നു. വേദത്താൽ നിശ്ചയിക്കപ്പെട്ട മര്യാദകൾ നിലനിൽക്കുന്നതായാൽ മാത്രമേ ബ്രഹ്മാവിന് കൃതകൃത്യത സിദ്ധിക്കുകയുള്ളൂ. എല്ലാവർക്കും അത്, ബ്രഹ്മാവിന് മാത്രമല്ല, ഈച്ച് ആൻഡ് എവരിബഡി എന്ത് ചെയ്യാം എന്ത് ചെയ്യരുത് എന്നുള്ള ഉപദേശങ്ങളെ മാനിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ ശ്രേയസ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ പ്രേയസ് എന്ന് പറഞ്ഞാൽ സുരുചി, ശ്രേയസ് എന്ന് പറഞ്ഞാൽ സുനീതി, അങ്ങനെ പറയാം. ധ്രുവൻ്റെ 2 അമ്മമാരാണല്ലോ അല്ലേ? ഒന്ന് പെറ്റമ്മയാണ്, ഒന്ന് ചിറ്റമ്മയാണ്. അപ്പോൾ സുനീതി ആണ് അമ്മ, സുരുചി പെറ്റമ്മയാണ്. വാക്ഷരങ്ങൾ ഉപയോഗിച്ചത് സുരുചിയാണ്.
അപ്പം നമ്മൾ സുനീതിയുടെ പക്ഷത്തായിരിക്കണം, നീതിയുടെ രുചിയുടെ പക്ഷത്താവരുത്. അതുകൊണ്ട് വേദോക്ത മര്യാദകളെ ലോകത്തിൽ നിലനിർത്തുവാനുള്ള താൽപ്പര്യം നിമിത്തം സ്വമുഖത്തിൽ നിന്ന് ബ്രാഹ്മണരായ നിങ്ങളെ സൃഷ്ടിച്ചു. കൃഷ്ണചന്ദ്രായണാദി കർമാനുഷ്ഠാന സ്വരൂപമായ തപസ്സും ഭഗവത് ഉപാസനാദി തത്വജ്ഞാനരൂപമായ ഉപാസനയും യമനിയമാദികളായ 8 അംഗങ്ങളോടുകൂടിയ യോഗാഭ്യാസവും അനുഷ്ഠിപ്പിക്കുകയും ചെയ്യുക. അനുഷ്ഠിപ്പിക്കുക. ഒന്ന് സ്വയം ചെയ്യുന്നത്, ഒന്ന് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അനുഷ്ഠിപ്പിക്കുകയും ചെയ്യുന്നതും വിഷയഭോഗങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കാതെ. അതാണ് ഈ ഇന്ദ്രിയ വിജയം നടന്നില്ല ലൗകികമായി, ഇന്ദ്രിയ വിജയം നടന്നാൽ ആധ്യാത്മികമായി. ഇനി അങ്ങനെ പറയാം. അപ്പോൾ സർവാത്മന ഭഗവാനെ ആരാധിക്കുകയും ചെയ്തുകൊണ്ട് ലോകാനുഗ്രഹത്തെ ചെയ്യുന്നത് തന്നെ ബ്രാഹ്മണരായ നിങ്ങളുടെ സ്വധർമ്മം. അപ്പോൾ ബ്രാഹ്മണരുടെ സ്വധർമ്മം എന്താ? എല്ലാവരെയും വിദ്യാസമ്പന്നരാക്കി അവർക്ക് വേണ്ടി വേദമാർഗത്തിൽ കൂടെ നടത്തി കാണിക്കുക, അവരെ നടത്തിപ്പിക്കുക. ഇതാണ് ഉദ്ദേശം. 3-ാമത്തെ ശ്ലോകം നോക്കൂ. തത്രാണായ സൃജശ്ചാസ്മാൻ ദോ സഹസ്രാൽ സഹസ്രപാത് ഹൃദയം തസ്യ ഹി ബ്രഹ്മ ക്ഷത്രം അംഗം പ്രചക്ഷതേ. അവരുടെ രക്ഷയ്ക്കായിക്കൊണ്ട് അനേകം കാലുകളോടുകൂടിയ ദേവൻ എന്ന് പറഞ്ഞാൽ 1000 എന്ന് പറഞ്ഞാൽ 999 കഴിഞ്ഞിട്ടുള്ള ഫിഗറല്ല, ഇന്യൂമറബിൾ എന്നാണ് പറയാം. എണ്ണിയാ തീരാത്തത്ര എന്നാ 1000 എന്നുള്ളതാണ്. 1000 അല്ലേ? അപ്പോൾ അവരുടെ രക്ഷയ്ക്കായിക്കൊണ്ട് അനേകം കാലുകളോടുകൂടിയ ദേവൻ അനേകം കൈകളിൽ നിന്ന് ഞങ്ങളെയും, അതായത് ക്ഷത്രിയരെയും സൃഷ്ടിച്ചു. ബ്രാഹ്മണജാതി ആ ദേവൻ്റെ ഹൃദയവും ക്ഷത്രിയജാതി ശരീരവുമാണെന്ന് പറയുന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാണ്. ആ ബ്രാഹ്മണരെ രക്ഷിപ്പാനായിക്കൊണ്ട് സഹസ്രപാദങ്ങളുള്ള ഭഗവാൻ അദ്ദേഹത്തിൻ്റെ സഹസ്രം കൈകളിൽ നിന്ന് ഞങ്ങളെയും സൃഷ്ടിച്ചു, അതായത് രാജാക്കന്മാരെ സൃഷ്ടിച്ചു. ബ്രാഹ്മണജാതി ഭഗവാന്റെ ഹൃദയസ്ഥാനവും ക്ഷത്രിയജാതി ശരീരസ്ഥാനവുമാണെന്ന് വേദം അറിയുന്ന ഋഷികൾ പറയുന്നു. അപ്പോൾ വേദം അറിയാത്ത ഋഷികളും ഉണ്ടെന്ന് അർത്ഥം. ഋഷികളെന്ന് പ്രിട്ടൻഡ് ചെയ്യണവരൊക്കെ അതിൽ പെടും. ബ്രാഹ്മണ്യം ഉണ്ട് എന്ന് നടിക്കുന്നതും ബ്രാഹ്മണ്യം ഉള്ളതും കൂടിയിട്ട് വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അടുത്തത് 4-ാമത്തെ ശ്ലോകം. അതോ ഹി അന്യോന്യം ആത്മാനം ബ്രഹ്മക്ഷത്രം ച രക്ഷത രക്ഷതി സ്മാവ്യയോ ദേവാസയ സദസദാത്മക. യാതൊരുവൻ സർവാത്മകനോ നിർവികാരനും പ്രകാശസ്വരൂപനുമായ ഈശ്വരൻ, പ്രകാശം സ്വരൂപമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എന്നിലും നിങ്ങളിലും പ്രകാശം ഉണ്ട്. അതിൻ്റെ സ്വരൂപം ആത്മജ്ഞാനം ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിലോ അത് പതിച്ചു. അപ്പോൾ പ്രകാശസ്വരൂപനായ ഈശ്വരൻ തമ്മിലും ആത്മാവിനെയും രക്ഷിക്കുന്ന ബ്രാഹ്മണകുലത്തെയും, ബ്രാഹ്മണകുലമാണ് എല്ലാറ്റിനെയും രക്ഷിക്കുന്നത്. അപ്പോൾ അവർ സ്ട്രോങ് ആയിരിക്കണം, ഇല്ലെങ്കിൽ മോശമായി. അപ്പോൾ ബ്രാഹ്മണകുലത്തെയും ക്ഷത്രിയകുലത്തെയും രക്ഷിക്കുന്നു. അപ്പോൾ ബ്രാഹ്മണരും ക്ഷത്രിയരും ഉഷാറായാൽ രാജ്യം പുരോഗമിക്കും. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ക്ഷത്രിയന് ബ്രാഹ്മണരെ രക്ഷിപ്പാനും, ക്ഷത്രിയൻ രാജാവാണെങ്കിലും ബ്രാഹ്മണരെ ഗുരുവാക്കി വയ്ക്കും. രക്ഷിപ്പാനും ആത്മധർമ്മത്തെ മുടക്കം കൂടാതെ സംരക്ഷിപ്പാനും വേണ്ടുന്ന ശക്തിയെ നൽകി രക്ഷിക്കുന്നത് ഈശ്വരനാകുന്നു. രണ്ടുപേർക്കും ശക്തി കൊടുക്കുന്നത് ആരാ? ഈശ്വരൻ. അതുപോലെ തന്നെ വേദമാർഗങ്ങളെ ലോകത്തിൽ പ്രവർത്തിപ്പിക്കുവാനും സ്വയം മുടക്കം കൂടാതെ അനുഷ്ഠിപ്പാനും ബ്രാഹ്മണന് ശക്തിയെ നൽകി രക്ഷിക്കുന്നതും ഈശ്വരനാകുന്നു.
സർവാത്മാവായ ആ ദേവൻ ഇങ്ങനെ ആത്മരക്ഷയെയും അന്യോന്യരക്ഷയെയും, ആത്മരക്ഷയും ചെയ്യണം, പരസ്പരം രക്ഷിക്കും വേണം, നിലനിർത്തുന്നതിന് വേണ്ടി ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും പരിപാലിക്കുന്നു. അതുകൊണ്ട് സർവ്വലോകങ്ങളെയും സംരക്ഷിക്കുന്നത് ഭഗവാനാകുന്നുവെന്ന സംഗതി ഏറ്റവും സ്പഷ്ടമാകുന്നു. ഈച്ച് ആൻഡ് എവരിബഡി ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദി ഗോഡ്, അങ്ങനെ പറയാം. ഇനി 5ാമത്തെ ശ്ലോകം എന്താത്? തവ സന്ദർശനാദേവ ചിന്നാമേ സർവസംശയാ യൽ സ്വയം ഭഗവാൻ പ്രീത്യാ ധർമ്മം ആഹ രിരീക്ഷിഷോ. യാതൊന്നു ഹേതുവായിട്ട്, യാതൊന്നു കാരണമായിട്ട് സംബന്ധത്തെ ഈശ്വരനാൽ ചെയ്യപ്പെട്ടുള്ളത് എന്നർത്ഥം. സംബന്ധത്തെ സൂചിപ്പിച്ച ശേഷം സ്വാഭിപ്രായത്തെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്ന മനു ആ മഹാത്മാവിൻ്റെ സന്ദർശന സംഭാഷണാദികൾ സിദ്ധിച്ചതിന്മേൽ തനിക്കുണ്ടായ സന്തോഷത്തെ എക്സ്പ്രസ് മോഡിൽ കൊണ്ടുവരികയാണ്, പ്രദർശിപ്പിക്കുകയാണ്. ഹേ ഭഗവൻ, അങ്ങയുടെ സന്ദർശനം കൊണ്ട് തന്നെ പ്രജാപരിപാലനത്തിൽ തൽപരനായ ഞാൻ ഏതുവിധമാണ് ആ ധർമ്മത്തെ കുറവ് കൂടാതെ, അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക്, അതിൻ്റെ സ്ട്രെങ്ത്ത് കമ്മിയാക്കാതെ കണ്ട് ആ ധർമ്മത്തെ കുറവ് കൂടാതെ നിർവഹിക്കേണ്ടത് എന്ന സംഗതിയെക്കുറിച്ചുണ്ടായിരുന്ന സർവ സംശയങ്ങളും തീർന്നു എന്നാണ്. ഗെറ്റ് റിഡ് ഓഫ്. എന്നിട്ടോ എങ്ങനെയെന്നാൽ കണ്ട ഉടനെ എൻ്റെ അപേക്ഷ കൂടാതെ തന്നെ അങ്ങ് ഞാൻ അനുഷ്ഠിക്കേണ്ടതായ ധർമ്മത്തിൻ്റെ സ്വരൂപത്തെ പ്രീതിപൂർവം എന്നെ ധരിപ്പിക്കുകയാണല്ലോ ഉണ്ടായത്. അതാണ് വാക്ചാതുര്യം. ന യഥാ രഥമാസ്തായ എന്ന് തുടങ്ങിയ പദ്യങ്ങളിൽ സൂചിപ്പിച്ച രാജധർമ്മത്തെ എടുത്തു കാണിച്ച് സാദരം, ആദരവോടുകൂടി ആ ഉപദേശത്തെ സ്വീകരിച്ചതായി ധരിപ്പിച്ചു. ഇനി 6ാമത്തെ ശ്ലോകം പറയുന്നു. ദിഷ്ട്യാമേ ഭഗവാൻ ദൃഷ്ടോ ദുർദശോയോ അഹൃതാത്മനാം ദിഷ്ട്യാ പാദരജസ്പൃഷ്ടം ശേഷ്ണ മേ ഭവത ശിവം. എനിക്ക് മംഗളുണ്ടാവും അങ്ങ് പറഞ്ഞത് ചെയ്താലെന്നാണ് പറഞ്ഞത്. ചിത്തത്തെ അടക്കാതിരിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാവില്ല. ചിത്തത്തെ അടക്കണം. ചിത്തത്തെ അടക്കാതിരിക്കുന്നവർക്ക് കാണാൻ സാധിക്കാതിരിക്കുന്ന അങ്ങ്, ഈശ്വരാനുഭൂതി ഉണ്ടെങ്കിൽ ചിത്തത്തെ അടക്കണം. അങ്ങ് എൻ്റെ ഭാഗ്യത്താൽ കാണപ്പെട്ടു. ഭാഗ്യം ഉണ്ടെങ്കിലേ സജ്ജനങ്ങളായിട്ട് കണ്ടുമുട്ടുള്ളൂ, ഇല്ലെങ്കിൽ കണ്ടുമുട്ടില്ല, വഴുതി പോവും. അങ്ങയുടെ കല്യാണകരമായ പാദധൂളി, പാദപാംസു എൻ്റെ ശിരസിനാൽ ഭാഗ്യത്താൽ സ്പർശിക്കപ്പെട്ടു. ഞാൻ അങ്ങയെ നമസ്കരിച്ചപ്പോൾ അങ്ങയുടെ പാദധൂളി എൻ്റെ ശിരസിൽ പെട്ടു. അതെനിക്ക് അനുഗ്രഹമായി എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം പറയണു. ഭഗവത് ധ്യാനാഭ്യാസത്താൽ, ഭഗവത് ധ്യാനം എഴുതി വെച്ചാൽ പോരാ, അഭ്യസിക്കണം. അവിടെയാണ് പ്രശ്നം. ഭഗവത് ധ്യാന അഭ്യാസത്താൽ ചിത്തത്തെ സ്വാധീനപ്പെടുത്തിയിട്ടില്ലാത്തവർക്ക് കാണാൻ സാധിക്കാത്ത ജ്ഞാനസ്വരൂപനായ അങ്ങയെ അറിവില്ലാത്തവർക്ക് എങ്ങനെയാണ് ഭഗവാനെ കാണാം? വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജ്ഞാനസ്വരൂപനായ അങ്ങയെ എനിക്ക് കാണാനും മംഗളകരമായ പാദധൂളി ശിരസാ സ്പർശിപ്പാനും സാധിച്ചതും എൻ്റെ ഭാഗ്യമാണ് എന്ന് പറഞ്ഞു. 7ാമത്തെ ശ്ലോകം. ദൃഷ്ട്യാ ത്വയാനുശിഷ്ടോ അഹം കൃതശ്ച അനുഗ്രഹോ മഹാൻ അപാവൃതേ കർണരന്ധ്രേ ദുഷ്ടാദിഷ്ട്യോ ശതീർഗിര എന്നാണ് ശ്ലോകം. അങ്ങയാൽ ഞാൻ ഭാഗ്യത്താൽ അനുശാസിക്കപ്പെട്ടു. അനുശാസിക്കുക എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുക, ശിക്ഷിച്ചുകൊണ്ടെന്നൊക്കെ തന്നെ അർത്ഥം പറയണം. അനുശാസിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ശിരസാ വഹിച്ചു എന്ന് പറയണം.
മഹത്തായ അനുഗ്രഹവും ചെയ്യപ്പെട്ടു. ആവരണരഹിതങ്ങളായ, പൊതിഞ്ഞു വച്ചിട്ടൊന്നുമില്ല, ആവരണരഹിതങ്ങളായ കർണദ്വാരങ്ങളിൽ കൂടെ ചെവിക്ക് അടപ്പില്ല. അടപ്പെപ്പോഴാണ് വയ്ക്കുക ചെവിക്ക്? മരിക്കുമ്പോൾ. നാസാരന്ധ്രങ്ങളിലും ചെവിയിലൊക്കെ പഞ്ഞി തിരുകും. അല്ലെങ്കിൽ അകത്തുള്ള ചളിയൊക്കെ കണ്ണുകൂടി മൂക്കുകൂടിയും ചെവി കൂടൊക്കെ പുറത്തേക്ക് വരും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശ്വരീയ ചൈതന്യം ഉള്ളിലുള്ളപ്പോൾ ഒന്നും പുറത്തേക്ക് വരില്ല. അപ്പോൾ രഹിതങ്ങളായ ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം. കർണരന്ധ്രേ, കർണദ്വാരങ്ങളിൽ കൂടെ മനോഹാരിണികളായ വാക്കുകൾ ഭാഗ്യത്താൽ സേവിക്കപ്പെട്ടു. നല്ല വാക്ക് കേൾക്കണമെങ്കിലും ഭാഗ്യം ചെയ്യണം. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. പ്രജകളെ പരിപാലിക്കേണ്ടതായ ക്രമത്തെ ഉപദേശിച്ചതായ മഹത്തായ അനുഗ്രഹം ഭാഗ്യത്താൽ ലഭിക്കപ്പെട്ടു. അങ്ങയാൽ ഉപദേശിക്കപ്പെട്ട കമനീയ വാക്കുകൾ ശ്രദ്ധയോടുകൂടെ കർണരന്ധ്രദ്വാര സേവിക്കപ്പെടുകയും ചെയ്തു. ഇതൊക്കെ സാധിച്ചത് എൻ്റെ മഹാഭാഗ്യം തന്നെ. ഭാഗവതം കേൾക്കുക, ഭാഗവത കീർത്തനം കേൾക്കുക, അത് വലിയൊരു കാര്യമാണ്. ഭഗവാന്റെ വാക്കുകളെ കീർത്തിക്കാന്നർത്ഥം. ഭാഗവതം കീർത്തിക്കുക എന്ന് പറഞ്ഞാൽ. 8ാമത്തെ ശ്ലോകം നോക്കുക. സഭവാൻ ദുഹിതൃസ്നേഹപരിക്ലിഷ്ടാത്മനോ മമാം ശ്രോതുർമർഹസി ദീനസ്യ ശ്രാവിതം കൃപയാ മുനേ. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയാം. ആ അങ്ങ് പുത്രിയിൽ സ്നേഹം നിമിത്തം ക്ലേശിക്കുന്ന മനസ്സോടുകൂടിയവനും, ആദിമമനും, പുത്രിയിൽ സ്നേഹം നിമിത്തം ക്ലേശിക്കുന്ന മനസ്സോടുകൂടിയവനും ദുഃഖിതനുമായ എൻ്റെ വിജ്ഞാപനം, അറിവ് കേൾപ്പാനായിക്കൊണ്ട് യോഗ്യനാകുന്നു. യോഗ്യത ഇല്ലാത്തവരോട് സംഭാഷണം ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം സന്ദർശന സംഭാഷണ ലാഭം. അതായത് തപസ്സിക്ക് ചക്രവർത്തിയെ കാണാനും സംഭാഷണം ചെയ്യാനും സാധിച്ചത് തന്നെ വലിയ കാര്യം. അപ്പോൾ സന്ദർശന സംഭാഷണ ലാഭത്തെ അഭിനന്ദിച്ച ശേഷം താഴെ ചെയ്യുന്ന വിജ്ഞപ്തിയെ ശ്രദ്ധ വെച്ച് കേൾപ്പാനായി പ്രാർത്ഥിക്കുന്നു. അത്രത്തോളം എന്നിൽ കാരുണ്യത്തെ പ്രകാശിപ്പിച്ച ഭവാൻ പുത്രിയിലുള്ള സ്നേഹം നിമിത്തം സമുചിതനായ വരനെ അന്വേഷിക്കുന്നതിൽ മനക്ലേശം അനുഭവിച്ചുകൊണ്ട് ദീനനായിരിക്കുന്ന ഞാൻ അറിയിപ്പിക്കുന്ന ഈ സംഗതിയെ കരുണാപൂർവം ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. അപേക്ഷിക്കാണ്. എന്താ ഇതിൻ്റെയൊക്കെ ഒരു മഹത്തരം എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല, അത്രയ്ക്ക് മഹത്തര. 9ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. പ്രിയവ്രത ഉത്താനപാദോ സ്വസേയം ദുഹിതാ മമ അന്വിച്ഛതി പതിം യുക്തം വയശീലഗുണാധിപി. ശീലഗുണാധിപി അവരവരുടെ ഗുണം വാക്കുകൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ അതിൻ്റെ പിന്നെ എന്താ പറയുക, വാക്കാർത്ഥം പറയുന്നത് പ്രിയവ്രതൻ ഉത്താനപാദൻ എന്ന 2 പേരുടെ സഹോദരിയായ ഈ എൻ്റെ മകൾ പ്രായം, ശീലം, ഗുണം എന്നിങ്ങനെയുള്ള യോഗ്യതകളാൽ സമുചിതനായ ഭർത്താവിനെ ആഗ്രഹിക്കുന്നു. ബയോഡാറ്റ നല്ലതാണ്. ആ ബയോഡാറ്റയ്ക്ക് അനുസരിച്ച ഒരു ഭർത്താവിനെ തിരഞ്ഞു നടക്കുകയാണ്. അങ്ങയിൽ എല്ലാ ഗുണഗണങ്ങളും ഞങ്ങൾ കാണണമെന്നാണ് പിന്നെ പ്രസ്താവിക്കുന്നത്. ഇത് മുതൽ 6 പദ്യം മനു ചെയ്യുന്ന പ്രാർത്ഥന.
ആരോട്? ബ്രാഹ്മണനോട്. പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്നിവരുടെ സഹോദരിയായ ഇവൾ എൻ്റെ പുത്രിയാകുന്നു. അപ്പോൾ എനിക്ക് 2 ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ടെന്ന് അർത്ഥം. പ്രായം, ശൗശീല്യം, ഗുണം മുതലായ യോഗ്യതകൾ തികഞ്ഞിരിക്കുന്ന അനുരൂപവരനെ ആഗ്രഹിക്കുന്നു. അനുരൂപനായിരിക്കണം. ഇനി അതിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് മോഡാണ്. എന്താ? കാമപുരുഷാർത്ഥം സാധിക്കേണ്ടതിന് സമുചിതമായിരിക്കുന്നത് ഗുണം. ഇതൊക്കെ പഠിച്ച തെറ്റു വരില്ല. സ്ത്രീക്കും പുരുഷനും അച്ഛനും അമ്മയ്ക്കും ഇൻലോസിനൊക്കെ ഗുണകര. വയസ്സ്, ധർമ്മം സാധിക്കുന്നതിന് വേണ്ടത് സൽസ്വഭാവം. അർത്ഥം സാധിപ്പാൻ ആവശ്യമായത് വീര്യാദി ഗുണം. മോക്ഷം സാധിക്കേണ്ടതിന് ആവശ്യമായ ഭക്തിജ്ഞാനാദികൾ. അപ്പോൾ ഭക്തിജ്ഞാനാദികൾ ഇല്ലാതെ കണ്ട് മോക്ഷം സമ്പാദിക്കാൻ പറ്റില്ല. ഇങ്ങനെ 4 വിധ പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുവാൻ മതിയായ ഗുണവാനായിരിക്കണം വരൻ എന്നാണ് അഭിപ്രായം. അങ്ങനെയാണല്ലോ എല്ലാവരും വിചാരിക്കുക. പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്ന 2 പുത്രന്മാർ എനിക്കുള്ളതുകൊണ്ട് ഇവളിൽ ഉണ്ടാകുന്ന സന്താനത്തെ പുത്രത്വേന സ്വീകരിപ്പാൻ ആഗ്രഹം എനിക്കില്ലതാൻ. ക്ഷത്രിയനായ എൻ്റെ പുത്രി ബ്രാഹ്മണനായ അങ്ങയ്ക്ക് സ്വീകാര്യയോഗ്യയുമാകുന്നു. അങ്ങയ്ക്ക് സ്വീകരിക്കാം. ക്ഷത്രിയൻ്റെ മകളെ ബ്രാഹ്മണൻ സ്വീകരിക്കാം. എന്നിങ്ങനെയുള്ള അഭിപ്രായം മേൽ കാണിച്ച പദ്യത്തിൽ ഒളിഞ്ഞു കിടക്കണം. അതിവിടെ തുറന്നു പറഞ്ഞു എന്ന് മാത്രം. ഇനി 10ാമത്തെ ശ്ലോകം പറഞ്ഞിട്ട് നിർത്താം. അതായത് 10ാമത്തെ ശ്ലോകം മുഴുമിപ്പിക്കാം. യഥാതു ഭവതു ശീലശ്രുതരൂപവയോ ഗുണാൻ ആശൃണോ നാരദാദേശാ ത്വയ്യാസീത് കൃതനിശ്ചയാം. അങ്ങയുടെ ശീലം, സൽസ്വഭാവം, ശ്രുതം, വിദ്യ, രൂപം, സൗന്ദര്യം, ഗുണം, മാഹാത്മ്യം ഇവയെ നാരദനിൽ നിന്ന് ഇവൾ, അതായത് ഈ ബ്രാഹ്മണൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി നാരദനിൽ നിന്ന് രാജപുത്രി മനസ്സിലാക്കിയിരുന്നെന്നാണ് പറഞ്ഞത്. എപ്പോൾ ശ്രദ്ധയോടുകൂടെ കേട്ടുവോ അപ്പോൾ അങ്ങയിൽ നിശ്ചയം ചെയ്യപ്പെട്ടവളായി. ഞാൻ അദ്ദേഹത്തിനുള്ളവനാണ് എന്ന് സ്വയം തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. എന്താത്? അങ്ങയുടെ വിദ്യാസമ്പത്തി, സൽസ്വഭാവം, സൗന്ദര്യം, യൗവനയുക്തമായ പ്രായം, ഭക്ത്യാദി ഗുണങ്ങൾ ഇവയെ നാരദമുനിയിൽ നിന്ന് വിശ്വാസപൂർവം കേട്ട സമയം മുതൽക്ക് ഭർത്താവായിരിക്കാൻ യോഗ്യപുരുഷൻ അങ്ങ് തന്നെ എന്ന് ഇവൾ നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം. നമസ്കാരം.